ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സ്ക്രഞ്ചീസാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഭയങ്കര ഫാഷൻ ഐക്കണായിട്ട് എടുക്കുന്ന ഒരു സാധനമാണല്ലോ സ്ക്രഞ്ചീസ്. അതിന് വേണ്ടിയിട്ട് ആദ്യം 22 ഇഞ്ച് ഇൻറ്റു 3 ഇഞ്ചിൽ നമുക്ക് ആവശ്യമുള്ള തുണി മുറിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഈ മുറിച്ചെടുത്ത തുണിയുടെ നല്ല ഭാഗം ഉള്ളിലോട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും 1.5 ഇഞ്ചിൻ്റെ ഒരു ഗ്യാപ്പ് ഇടണം. ഞാൻ ആ മുട്ടുസൂചി വെച്ചിരിക്കുന്ന കണ്ടില്ലേ, അങ്ങനെ നമ്മളിപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇത് കണ്ടില്ലേ, ആ ഒരു ഗ്യാപ്പ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഇനിയിപ്പോൾ അടുത്തത് നല്ല വശം പുറത്തോട്ട് എടുക്കുന്നതാണ്. ഒരു പിന്നെടുത്തിട്ട് നമ്മൾ അടിച്ചു വെച്ച ഉള്ളിലിരിക്കുന്ന നല്ല വശം പിന്നുള്ളിലൂടെ ഇട്ടിട്ട് പുറത്തോട്ട് എടുക്കുകയാണ്. അങ്ങനെ പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് ഇത് ക്ലോത്ത് ഇങ്ങനെ ഒരു കുറച്ച് പണിയുള്ളൊരു ക്ലോത്ത് ആയതുകൊണ്ടാണ് ഇങ്ങനെ പുറത്തോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ സാധാരണ നമ്മൾ സ്ക്രഞ്ചീസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സിൽക്ക് മെറ്റീരിയൽ പോലെയൊക്കെ ആണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് തന്നെ പുറത്തോട്ട് വരും. അപ്പോൾ അങ്ങനെ അത് പുറത്തോട്ട് എടുത്തു. ഇനി ഇതിന് ശേഷം ഈ നമ്മൾ അടിക്കാതെ വെച്ചിരുന്ന നല്ല ഭാഗമുണ്ടല്ലോ, ഈ ഭാഗത്തിന് രണ്ട് സൈഡുള്ള നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് പുറത്തോട്ട് വന്ന് നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ആ രണ്ടും ചേർത്ത് വെച്ചിട്ട് മാത്രം ഒന്ന് വൃത്തിക്കൊന്ന് അടിച്ചെടുക്കണം. അതിന് മുന്നായിട്ട് ഇനി എലാസ്റ്റിക് ഇടാനുള്ള അളവിന് നമ്മുടെ കൈയുടെ അളവാണ്, പക്ഷേ കുറച്ച് വണ്ണം കുറവുള്ളവർ കുറച്ചുകൂടി എടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ അത് അടിച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ എലാസ്റ്റിക് ഉള്ളിലോട്ട് ഇടുവാണ്. എലാസ്റ്റിക് കുറച്ചുകൂടി വീതി കുറവുള്ള എലാസ്റ്റിക് ആയിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം വീതി ഉള്ളതാകുമ്പോൾ ആ എലാസ്റ്റിക് കൂടി ചേർത്ത് അടിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. പിന്നെ അത് ചിലപ്പോൾ നമുക്ക് തയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും. അതേസമയം വീതി കുറഞ്ഞാണെങ്കിൽ കൈ കൊണ്ടൊന്ന് കെട്ടി കൊടുത്താൽ മാത്രം മതിയായിരിക്കും, എലാസ്റ്റിക് അങ്ങനെ കിടന്നോളും. അപ്പോൾ എലാസ്റ്റിക് ഇങ്ങനെ ഉള്ളിലോട്ട് ഇട്ടിട്ട് പുറത്തോട്ട് എടുക്കുകയാണ്. മറ്റേ സൈഡ് അതൊന്ന് പിടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് ഉള്ളിൽ കയറിപ്പോൾ. അങ്ങനെ ഇതിപ്പോൾ പുറത്തോട്ട് എടുത്തു. ഇനി ഈ രണ്ട് എലാസ്റ്റിക്കും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് കൂട്ടി അടിക്കണം. കുറച്ച് വീതി ഉള്ളതായതുകൊണ്ടാണ് അടിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ എലാസ്റ്റിക് അടിച്ചു കഴിഞ്ഞു. എലാസ്റ്റിക് അടിച്ചതിന് ശേഷം അത് ഇപ്പോൾ നല്ല വൃത്തിക്ക് അതിൻ്റെ പുറത്തുകൂടെ എലാസ്റ്റിക്കും നമ്മുടെ ക്ലോത്ത് തമ്മിൽ എപ്പോഴും ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, ആ ഓപ്പണിംഗ് ക്ലോസ് ആക്കുന്ന രീതിയിൽ അടിക്കണം. ഇതെല്ലാം കഴിച്ച് നമ്മുടെ അടിപൊളി സ്ക്രഞ്ചീസ് റെഡി ആയിട്ടുണ്ട്. കളർഫുൾ ആയിട്ടില്ലേ? ടാറ്റാ.